ഏറെ നിർണായകമായേക്കാവുന്ന ഒരു തെളിവായിരുന്നു മെമ്മറി കാർഡ്. അത് നഷ്ടമായിരിക്കുകയാണ്. ഇന്ന് അത് പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് DVR ലഭിച്ചിട്ടുണ്ട്, പക്ഷേ മെമ്മറി കാർഡ് കാണാനില്ല. അതായത് മെമ്മറി കാർഡ് കേടല്ല, പകരം അത് കാണാനില്ല, ആരോ എടുത്തു മാറ്റിയിരിക്കുന്നു എന്നാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ അവിടെ ബാഹ്യമായൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമായത് എന്ന് തന്നെയല്ലേ താങ്കളുടെ അനുമാനം? തന്നെ ശേഖരിച്ചു വെക്കേണ്ടതായിരുന്നു. കാരണം ആ വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്ത സമയത്ത്, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് യാത്രക്കാരെ താഴെ ഇറക്കി വിട്ട സമയത്ത്, അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് തന്നെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഏതെല്ലാം സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പോലീസ് സേഫാക്കി വെക്കേണ്ടതായിരുന്നു. കാരണം അത് എവിഡൻസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഡ്രൈവർ എന്ത് ചെയ്തു എന്നുള്ളതിന് മാത്രമല്ല, അതിൽ കയറിയ MLA എന്ത് ചെയ്തു എന്നുള്ളതിനും അതിലുള്ള യാത്രക്കാരുടെ ആരൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മെമ്മറി കാർഡ് പോയിരിക്കുന്നത്, അപ്പോൾ അത് തീർച്ചയായിട്ടും അത് തെറ്റായിട്ടൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും MLAക്കും മേയർക്കും ഗുണകരമായിട്ടൊരു കാര്യമാണ്. കാരണം അതിലെന്ത് നടന്നു എന്ന് കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ ആ ബസ്സിൻ്റെ ഉള്ളിൽ നടന്നതും കൃത്യമായിട്ട് അറിയും, ഡ്രൈവർ ചെയ്തത് അറിയും, ഡ്രൈവർ ചെയ്യാത്തത് എന്താണെന്നറിയും, കൃത്യമായിട്ട് എല്ലാത്തിനും വീഡിയോ എവിഡൻസ് ഉണ്ടാക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പഴയ കാലത്തൊന്നും ഇത്തരം കേസുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ എവിഡൻസ് വെച്ച് മാത്രമല്ല കേസുകൾ അന്വേഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് രാത്രി 10:30 ഒരു വണ്ടി ഇതുപോലെ ഒരു ബസ് പോയാൽ ആ ബസ്സിൽ ആളെ കയറ്റിയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ CBI ഒക്കെ ചെയ്യുന്ന ഡമ്മി പരീക്ഷണം പോലെ ഒരു ഡമ്മി പരീക്ഷണവും നടത്തി നോക്കാവുന്നതാണ്. കാരണം ഇത് പുറകിൽ മുന്നിലിരിക്കുന്ന ആളുകൾ ആരാണെന്ന്, കാറിലിരിക്കുന്നവരാരാണെന്ന് KSRTC ഡ്രൈവർക്ക് അറിയാൻ സാധിക്കുമോ? KSRTC ഡ്രൈവർ എവിടെ ഇരിക്കുന്നു എന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. പകൽ സമയത്ത് പോലും അത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ കാറിലിരിക്കുന്നവർക്ക്. അങ്ങനെയുള്ളവർക്ക് ഒരു KSRTC ഡ്രൈവർ ഒരു ലൈംഗിക ആക്ഷേപം ഉള്ള ആംഗ്യം കാണിച്ചു എന്ന് പറയണമെങ്കിൽ അത് വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം പറഞ്ഞത് അത് സൈഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ സൈഡ് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്തു, അങ്ങനെയുള്ള ആക്ഷേപങ്ങളായിരുന്നു. പിന്നീടാണ് ആക്ഷേപം മാറി ലൈംഗിക അധിക്ഷേപമായിട്ട് മാറുന്നത്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റു 2 കാര്യങ്ങളുകൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൽ ഉൾപ്പെട്ട യദു എന്ന ആൾക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അയാളെ പിരിച്ചുവിട്ടിട്ടില്ലെങ്കിലും അയാളുടെ ഡെയിലി വേജസ് ആയതുകൊണ്ട് അയാൾ ഡെയിലി ജോലി ചെയ്തില്ലെങ്കിൽ അയാളുടെ ജീവിതവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള പണം ലഭിക്കില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, അത് റൈറ്റ് ടു ലൈവ്ലിഹുഡും അതിൽ തന്നെയാണ്. റൈറ്റ് ടു ലൈഫിൽ ആർട്ടിക്കിൾ 21 അനുസരിച്ച് യദു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതിയിൽ നിന്ന് KSRTCയോട് ചോദിക്കണം, എന്താണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇയാൾക്ക് ജോലി കൊടുക്കുന്നില്ല. ഡെയിലി വേജസ് ആയാലും അതിനുള്ള അർഹതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മേഡേ ആണ്. മേഡേയിൽ എനിക്ക് യദുവിനോട് പറയാനുള്ള കാര്യം, ധൈര്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകുക. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകുന്നതിന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു, ഒരു 100 രൂപീ ചാലഞ്ച്. അതിന് പോകാനുള്ള പൈസ ഒന്നും യദുവിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ഒരാൾ 715 രൂപയ്ക്കുള്ള ജോലി ചെയ്യാനായിട്ട് ഓടി വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 100 രൂപീസ് ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ യദുവിന് ആവശ്യമായിട്ടുള്ള പൈസ കളക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിയമപരമായിട്ട് തന്നെ തീരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത്രയും നേരത്തെ പറഞ്ഞതുപോലെ പലരെയും എടുത്ത് കാണുന്ന സമയത്ത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആ ചൊല്ല് ഞാനിവിടെ പറയണ്ടല്ലോ, അല്പനാർത്ഥം കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്വഭാവം കാണിക്കലാണിത്. അതുകൊണ്ടാണിത്. അതായത് ഞങ്ങൾ 2 പേർ വലിയ ആൾക്കാർ ഈ കാറിലിരിക്കുന്നു. ആ കാർ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പുറത്താർക്കും അറിയില്ല. അതൊരു ചെറിയ വാഗ്നർ കാറാണ്, സാധാരണ മറ്റേതെങ്കിലും കാർ പോലെ. ആ കാറിന് സൈഡ് തന്നില്ല എന്നോ, അല്ലെങ്കിൽ ആ കാറിനെ ഓവർടേക്ക് ചെയ്തെന്നോ ഒക്കെ തോന്നുന്നതും, അങ്ങനെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതും, അതിൽ നേരെ ചെന്ന് തെറ്റായിട്ട് കാര്യങ്ങൾ. ഇപ്പം ബസ് തടഞ്ഞു നിർത്തുന്നത് തെറ്റാണ്, അത് സീബ്ര ക്രോസിങ്ങിൽ നിർത്തുന്നത് തെറ്റാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അതിനൊന്നും കേസ് എടുക്കാതിരിക്കുന്ന പോലീസും